വിദേശ ടൂറിന്റെ പേരിൽ സാമ്പത്തികമായി തട്ടിക്കുന്നുവെന്ന ആരോപണം നിഷേധിച്ച് ടൂർ കമ്പനികൾ. കോൺസുലേറ്റുകൾ വിസ നിഷേധിക്കാൻ പണം തിരികെ കിട്ടാതെ വരുന്നത് ടൂർ കമ്പനികളുടെ വീഴ്ച മൂലമല്ലെന്നാണ് ഇവരുടെ വിശദീകരണം. യുഎസ്, യൂറോപ്യൻ കോൺസുലേറ്റുകൾ വിസ നൽകുന്നത് ട്രാവൽ ചെയ്യുന്ന യാത്രക്കാരന്റെ സാമ്പത്തിക, സാമൂഹിക ഡോക്യുമെന്ററികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വിസ റിജക്ട് ചെയ്യപ്പെട്ടാൽ കൂടുതൽ നഷ്ടം പേറേണ്ടി വരുന്നത് ടൂർ കമ്പനികൾക്കാണെന്നും ഇവർ വ്യക്തമാക്കുന്നു. വിദേശ ടൂർ വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു എന്ന ആരോപണത്തിനെതിരെയാണ് ടൂർ കമ്പനികളുടെ സംഘടന രംഗത്തെത്തിയത്. വിസ നിഷേധിക്കുന്നത് ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ കോൺസുലേറ്റുകളാണ്. വിസ നടപടികളുടെ ആദ്യഘട്ടത്തിൽ തന്നെ മുൻകൂറായി പണം അടക്കണം. വിസ നിഷേധിക്കപ്പെട്ടാൽ ഈ പണം തിരികെ കിട്ടില്ല. ഇക്കാര്യം നേരത്തെ തന്നെ ഉപഭോക്താക്കളെ അറിയിക്കാറുണ്ട്. ഒരു യൂറോപ്പ് ടൂറിന് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുന്ന 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, വിസയ്ക്ക് വേണ്ടിയിട്ട്. വിസയ്ക്ക് നമുക്ക് വിസ ഫീസ് നമ്മൾ കോൺസുലേറ്റിൽ അടയ്ക്കുന്നതാണ്. അത് വിസ കിട്ടിയാലും റിജക്റ്റ് ആയാലും വിസ ഫീസ് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അത് നോൺ റിഫണ്ടബിൾ ആണ്. അതുപോലെ തന്നെ വിസ ഫെസിലിറ്റേഷൻ സെൻറ്റർ VFS ഫീസ് ഉണ്ട്, അതും നമുക്ക് നോൺ റിഫണ്ടബിൾ ആണ്. അടുത്തത് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ, അതുപോലെ ഇന്റേണൽ ട്രാൻസ്ഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ബുക്കിംഗ് കൂടെ നമ്മൾ ചെയ്യണം. കൺഫേം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നമ്മൾ പലപ്പോഴും ഈ ടൂറിൻ്റെ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം ഗ്രൂപ്പ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ടിക്കറ്റിലും നമുക്ക് നോൺ റിഫണ്ടബിൾ ആണ്. ഒരു 25% എമൗണ്ട് നമ്മൾ മുൻകൂട്ടി അടച്ചാലാണ് എയർലൈൻ നമുക്ക് ഗ്രൂപ്പ് ടിക്കറ്റിങ്ങിന് PNR തരുള്ളൂ. അപ്പോൾ ആ 25% നമ്മുടെ പോകും. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 20,000 മുതൽ 30,000 രൂപ വരെ ഒരു യൂറോപ്പ് ടൂർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ക്യാൻസലേഷൻ കോസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇത് നമ്മൾ ടൂർ ഐറ്റിനറിയിൽ കൃത്യമായിട്ട് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് അഡ്വാൻസ് മേടിക്കും മിക്കവാറും എല്ലാ കമ്പനികളും. യൂറോപ്യൻ ടൂറുകൾക്കായി 50% പണം മുൻകൂറായി അടക്കേണ്ടി വരുന്നു. ടൂർ റദ്ദാക്കപ്പെട്ടാൽ ഉപഭോക്താക്കളെക്കാൾ നഷ്ടം നേരിടുക ടൂർ കമ്പനികൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ലാഭം ഒരു ടൂർ കമ്പനി ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ടൂർ പോയാലാണ് നമുക്ക് അതിൽ നിന്നൊരു 5-8% നമുക്കൊരു മാർജിൻ ഉണ്ടാകുന്നത്. ഒരിക്കലും ടൂർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഗസ്റ്റിനുണ്ടാവുന്ന നഷ്ടത്തെക്കാൾ കൂടുതൽ ഒരു ടൂർ ഓപ്പറേറ്റർക്ക് ഉണ്ടാവും സാധാരണ രീതിയിൽ. വിദേശ ടൂറിന്റെ പേരിൽ തട്ടിപ്പെന്നത് അനാവശ്യ പ്രചരണമെന്നാണ് ടൂർ കമ്പനികൾ വ്യക്തമാക്കുന്നത്. പരാതി കോടതിയിലെത്തിയാൽ നിയമപരമായും വിശദീകരണം നൽകുമെന്നാണ് ടൂർ കമ്പനികളുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി.